മക്കളെ നമ്മുടെ അഞ്ചാമത്തെ പാഠമായിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ഫ്രം ദ ഗിവൻ പെയേഴ്സ്. അല്ലെ, ഒന്ന് മാത്രമാണ് കറക്റ്റ്, ബാക്കി എല്ലാം റോങ് ആണ്, തെറ്റാണ്. മോണോസൈറ്റ് നോക്കടാ. മോണോസൈറ്റ് എന്താണ്? വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ് അല്ലെ. സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് എന്നാണ് കൊടുത്തത്, തെറ്റല്ലേ? അപ്പൊ അതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലിംഫോസൈറ്റ് എന്താ? നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്താ കൊടുത്തത്? എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് അല്ലെ. അതും എന്തെന്നെയാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നോക്കും മക്കളെ, ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ എഗെയിൻ എന്തെന്നെയാണ്? വിഴുങ്ങി നശിപ്പിക്കുന്നതാണ്. അപ്പൊ അതെന്താ? ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ജേം സ്പെസിഫിക്കലി, തെറ്റാണ് അല്ലെ, തെറ്റാണ്. ലാസ്റ്റ് വൺ നോക്കടാ. ഈസ്നോഫിൽ ആണ് അല്ലെ മക്കളെ. ഈസ്നോഫിൽ എന്താ കൊടുത്തേക്കുന്നത്? സിന്തസൈസ് കെമിക്കൽ റിക്വയർഡ് ഫോർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. സോ അതാണ് എന്ത് മക്കളെ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഏതാണോ കറക്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാട്ടോ. അടുത്തതാണ് മക്കളെ, മ്യൂക്കസ് ആൻഡ് സീലിയ ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട് പ്രൊവൈഡ് ദ ഫസ്റ്റ് ലെവൽ ഡിഫൻസ് അല്ലെ. നമ്മുടെ ബോഡി കവറിങ്ങിലുള്ളതാണ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിനിൽ കാണുന്നതാണ് എന്ത് മക്കളെ? മ്യൂക്കസും സീലിയയും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മ്യൂക്കസ് ആൻഡ് സീലിയ ഇൻ ഡിഫൻസ് അല്ലെ. ഡിഫൻസിൽ മ്യൂക്കസിന്റെയും സീലിയന്റെയും റോൾ എന്താ? പറയടാ. എവിടെയാണ് കാണുന്നത്? മ്യൂക്കസ് മെംബ്രെയിനിലാണ് എന്ത് കാണുന്നത്? മ്യൂക്കസ് കാണുന്നത്. അപ്പൊ ഈ മ്യൂക്കസിലേക്ക് ആര് എൻറ്റർ ചെയ്യുന്നു? നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിലേക്ക് പാത്തോജൻസ് വന്നു കഴിഞ്ഞാൽ പാത്തോജൻസ് എന്താണ്? ഈ മ്യൂക്കസിൽ എന്താവുന്നു മക്കളെ? ട്രാപ്ഡ് ആവുന്നു അല്ലെ. അതിൽ കുടുങ്ങി പോയിട്ട് എന്താവും? അവിടെ എല്ലാം നശിക്കും. ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അത് അവിടുന്ന് എന്ത് ചെയ്യണം? അവിടുന്ന് പുറത്തേക്ക് കളയണം അല്ലെ. പുറത്തേക്ക് കളയാനുള്ള കോശങ്ങളാണ് ഏത്? സീലിയ സെൽസിൽ. ഏതാ മക്കളെ? സീലിയ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറഞ്ഞാല് പാത്തോജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് അല്ലെ. മ്യൂക്കസിൽ ആര് ട്രാപ്ഡ് ആവുന്നു? പാത്തോജൻസ് ട്രാപ്ഡ് ആവുന്നു. ദെൻ ഗെറ്റ് ഡിസ്ട്രോയിഡ് അല്ലെ. എന്നിട്ട് അത് അവിടുന്ന് നശിച്ചു പോകുന്നു. നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് പുറം തള്ളാൻ വേണ്ടിയിട്ടുള്ള കോശങ്ങളാണ് ഏത്? സീലിയ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. എന്താലോചിച്ചാൽ മതി? മ്യൂക്കസ് മെംബ്രെയിനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മ്യൂക്കസിലേക്ക് പാത്തോജൻസ് എൻറ്റർ ചെയ്യുന്നു. പാത്തോജൻസ് എന്താണ്? അതിൽ ട്രാപ്ഡ് ആയിട്ട് എന്താണ്? നശിച്ചു പോകുന്നു, ഡിസ്ട്രോയിഡ് ആയിരുന്നു. അതിനെ എക്സ്പെൽ ഔട്ട് ചെയ്യാൻ വരുന്നതാണ് എന്ത്? പുറന്തള്ളുന്നതാണ് ആര്? നമ്മുടെ സീലിയ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ലെവൽ ഡിഫൻസ് അല്ലെ. സെക്കൻഡ് ലെവൽ ഡിഫൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് അല്ലെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് വൺ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതോ എഴുതാം ഫാഗോസൈറ്റോസിസ്. ഏതാണ്? ഫാഗോസൈറ്റോസിസ്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. എക്സ്പ്ലെയിൻ ഹൗ ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് ഓഫ് ഡിഫൻസ് ഹെൽപ്പ് ഇൻ ഇമ്മ്യൂൺ ഫങ്ഷൻസ് അല്ലെ. ഇതൊക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക്? അപ്പൊ ആദ്യത്തെയാണ് ഏത് മക്കളെ? ഫാഗോസൈറ്റോസിസ്. ഏതാണ്? ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്തിനാ മക്കളെ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന ജേംസിനെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? എൻഗൾഫ് അല്ലെ. ആരെയാണ് എൻഗൾഫ് ചെയ്യുന്നത്? എൻഗൾഫ് ജേംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? പാത്തോജൻസ് ചെയ്താം. രണ്ടാമത്തെ എന്താ മക്കളെ? പനി അല്ലെ. ഫീവർ. ഫീവർ എന്താ മക്കളെ? എന്തിനാണ് പനിക്കുന്നത്? എന്തിനാണ് പനിയാണ്? നമ്മുടെ ശരീരമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അല്ലെ. ഈ ചൂട് കൂട്ടുന്നത് എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ് പ്രിവെന്റ് ചെയ്യാൻ. പാത്തോജൻസ് പ്രിവെന്റ്, അതായത് പാത്തോജൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തു ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ്? പ്രിവെന്റ്. എന്താ മക്കളെ? പ്രിവെന്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആരാണ്? ജേംസ് ഓർ പാത്തോജൻസ്. നെക്സ്റ്റ് ആണ് എന്ത്? ഹീലിംഗ് ഓഫ് വൂണ്ട്സ് അല്ലെ. മുറിവ് ഉണങ്ങുന്നത് അല്ലെ. മുറിവ് ഉണങ്ങുന്നത് എന്താണ്? മുറിവുണങ്ങുന്നത് എന്ത് പ്രക്രിയയാടാ? എന്ത് തടയാൻ വേണ്ടിയിട്ട്? ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ അവിടെ എന്ത് വരും? പാത്തോജൻസ് ഒക്കെ വന്ന് നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഫെക്ഷൻസ്, റെഡ്യൂസ് ഇൻഫെക്ഷൻസ്. അപ്പൊ അതിനെന്താ നമ്മൾ എഴുതുക? റെഡ്യൂസ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ബ്ലഡ് ക്ലോട്ടിംഗ്. ലാസ്റ്റ് വൺ ആണ് എന്ത്? ബ്ലഡ് ക്ലോട്ട് അല്ലെ. എന്തിനാ മക്കളെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നത്? ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും? രക്തം വാർന്ന് നമ്മൾ മരിച്ചു പോകില്ല. അപ്പൊ ബ്ലഡ് ക്ലോട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? to prevent the loss of blood from the body അല്ലെ. നമ്മുടെ ബോഡിയിൽ എന്ത്? ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പ്രിവെന്റ്
ബ്ലീഡിങ് എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഓരോന്നിന്റെ ഫംഗ്ഷനും ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ പഠിച്ചത് അവിടെ നമ്മൾ അത് എടുത്ത് എഴുതാം. ഫാഗോസൈറ്റോസിസ് എന്താണ്? എൻഗൾഫ് ആണ്. ഫീവർ എന്താണ് മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ, ജേംസിനെ എന്ത് ചെയ്യാണ്? ചൂട് കൂട്ടി കൊന്നുകളയാണ് ചെയ്യുന്നത്. ഹീലിംഗ് ഓഫ് വൂൺസ് എന്താണ്? റെഡ്യൂസ് ഇൻഫെക്ഷൻ ആണ്. ബ്ലഡ് ക്ലോട്ട് എന്താണ് മക്കളെ? പ്രിവെന്റ്സ് ബ്ലീഡിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് കൊടുത്തേക്കുന്നത് മക്കളെ? ദ ബേസിസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് ദ പ്രസൻസ് ഓഫ് ആന്റിജൻ എ ആൻഡ് ബി ഇൻ ദ റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. നിങ്ങളോട് ചോദിക്കുക എന്ത് മാനദണ്ഡത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്നത്? നമ്മൾ എന്തിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ്? നമ്മുടെ RBCയിൽ കാണുന്ന ആന്റിജൻസിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? അക്കോർഡിംഗ് ടു ദിസ് ഹൗ മെനി ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ ഹ്യൂമൻസ്? എത്ര ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പഠിച്ചത്? എ ഉണ്ട്, ബി ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ആന്റിജൻ ആന്റിബോഡി ഓഫ് ഈച്ച് ഗ്രൂപ്പ് അല്ലെ. ഓരോന്നിലുള്ള ആന്റിജൻ ഏതാ, ആന്റിബോഡി ഏതാന്നുള്ളത് അല്ലെ. എ ഗ്രൂപ്പിൽ ഏതാണ് മക്കളെ? നമുക്ക് എന്തൊക്കെ എഴുതണം? ആന്റിജനും എഴുതണം, ആന്റിബോഡിയും എഴുതണം. അപ്പൊ ഏതാണോ? യെസ്, കമോൺ. എ ഗ്രൂപ്പില്, അതായത് നമ്മുടെ രക്ത ഗ്രൂപ്പ് എ ആണെങ്കിൽ ആന്റിജൻ ഏതായിരിക്കും മക്കളെ? എ ആയിരിക്കും. ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്ററിൽ എഴുതിക്കോളുക. ഏതാണ്? സ്മോൾ ലെറ്റർ ബി. അത്ര ആലോചിച്ചാൽ മതി. എ കണ്ടു കഴിഞ്ഞാൽ ആന്റിബോഡി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ എന്താണ്? സ്മോൾ ലെറ്ററിൽ എഴുതണം. ഏതാണ്? ബി ആണ്. ദെൻ അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ്. അതിൽ ഏതായിരിക്കും ആന്റിജൻ? ബി ആണ്. ആന്റിബോഡി എന്താണ്? സ്മോൾ ലെറ്റർ എ. നെക്സ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാ മക്കളെ? AB ആണ്. AB ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ഏതാണ് വരുന്നത്? എയും ഉണ്ട്, ബിയും ഉണ്ട്. ആന്റിബോഡി ഏതായിരിക്കും? നിൽ ആണ്, ഒന്നുമില്ല. യെസ്. അടുത്തതാണ് മക്കളെ O ഗ്രൂപ്പ്. O ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആന്റിജൻ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ O എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ആന്റിജൻ നില്ലാണ്. ആന്റിബോഡി ഏതാണ് മക്കളെ? സ്മോൾ ലെറ്റർ എയും വരാം, ബിയും വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഉറപ്പായിട്ട് നമ്മുടെ ബ്ലഡിന്റെ പോർഷൻ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ മക്കൾ പോവാ. നമ്മൾ ഇനിയും വേറെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. ഇതേപോലത്തെ ബ്ലഡ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. അപ്പൊ മക്കൾക്ക് അതെല്ലാം ബൈ ഹാർട്ട് ആവും കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ? വിച്ച് ഈസ് ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ? ഏത് പ്രോസസ് ആണ്? ഫാഗോസൈറ്റോസിസ് ആണ് അല്ലെ. ഏതാണ്? ഫാഗോസൈറ്റോസിസ്. നെയിം ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ് അല്ലെ. ഏതാണ് മക്കളെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ? മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, മോണോസൈറ്റ് ആ N അതിലുണ്ടല്ലോ. അപ്പൊ ന്യൂട്രോഫിൽ ആണ് അടുത്തത്. ഏത് WBC ആണ് സഹായിക്കുന്നത്? മോണോസൈറ്റും പിന്നെ ആരാ മക്കളെ? ന്യൂട്രോഫിലും. കിട്ടിയോ? യെസ്. C ക്വസ്റ്റ്യൻ ഏതാ മക്കളെ? റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ അല്ലെ. കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ മക്കള് പറ എന്തായിരിക്കും ഓർഡർ? യെസ്, നമ്മൾ ഓർഡറിൽ എഴുതാൻ വേണ്ടി പോവാണ്. ഇതാരാ മക്കളെ? നമ്മുടെ പാത്തോജൻ ആണ്. യെസ്, പാത്തോജൻ വന്നോ? യെസ്, പാത്തോജൻ വന്നു. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? മെംബ്രെയിൻ സാക്ക് അല്ലെ. നമ്മുടെ ഈ ഒരു മെംബ്രെയിൻ സാക്കില് എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നു. എൻഗൾഫ്, അതായത് മെംബ്രെയിൻ സാക്കിലേക്ക് ആര് വീഴുന്നു? നമ്മുടെ പാത്തോജൻ വന്ന് വീഴുന്നു. എൻഗൾഫ് ഇൻ ദ മെംബ്രെയിൻ സാക്ക്. അടുത്തതാരാ മക്കളെ? ഈ കയറി വരുന്ന ആളെ നമ്മൾ എന്താ പറയുന്നത്? ലൈസോസോം ആണ്. സോമനാണ് വരുന്നത് ആലോചിച്ചു. സൈം എഴുതരുത്, സോമനാണ് അവിടെ വരുന്നത്. അപ്പൊ ആരാണ്? ലൈസോസോം ആണ്. അപ്പൊ ലൈസോസോം വരും. പിന്നെ അടുത്ത എന്താ മക്കളെ നടക്കുന്നത്? കണ്ടോ, ഈ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ലൈസോസോമും സോമനും പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ മെംബ്രെയിൻ സാക്കും കൂടി എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു അല്ലെ. മെംബ്രെയിൻ സാക്കും കൂടി കൂടിച്ചേരും, കമ്പൈൻ ചെയ്യും. എന്നിട്ട് അപ്പൊ ഇവർക്ക് ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ടല്ലേ, ആദ്യമേ ട്രാപ്പായി കിടക്കുന്ന ഒരാളുണ്ട്. ആരാണ് ആള് മക്കളെ? പാത്തോജൻ ആണ്. ഈ പാത്തോജനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് അല്ലെ. ഡിസ്ട്രോയ് ചെയ്യുന്നു പാത്തോജനെ. എങ്ങനെ മക്കളെ പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? നമ്മുടെ ലൈസോസോമിലുള്ള എൻസൈം ആണ്. ഏതാണ് എൻസൈം? എൻസൈം എവിടെയുള്ളത്? നമ്മുടെ ലൈസോസോമിലുള്ള എൻസൈം
എൻസൈമാണ് ആരെ നശിപ്പിക്കുന്നത്? ഈ പാത്തോജനെ നശിപ്പിക്കുന്നത്. അപ്പം ആലോചിച്ചു, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ മക്കളെ? പാത്തോജൻ കയറി വന്നു. പാത്തോജൻ ആരെ കാണുകയാണ്? മെംബ്രെയിൻ സാക്കിലേക്ക് ഓടിച്ചാടി കയറുകയാണ് അല്ലെ, എൻഗൾഫ് ഇൻ ദ മെംബ്രെയിൻ സാക്ക്. അടുത്തത് ആര് വരികയാണ്? നമ്മുടെ ലൈസോസോം വരികയാണ്. സോമൻ ആലോചിച്ചാൽ മതി, ലൈസോസോം വരികയാണ്. അപ്പൊ മെംബ്രെയിൻ സാക്കും ലൈസോസോമും കൂടി കമ്പൈൻ ചെയ്യും, കൂടി ചേരും. ദെൻ നെക്സ്റ്റ് എന്താണ്? ഈ ഡിസ്ട്രോയ്, അതായത് നെക്സ്റ്റ് നമ്മുടെ പാത്തോജനെ ലൈസോസോമിലുള്ള എൻസൈം എന്ത് ചെയ്തു? ഡീജനറേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ നോക്കി വെക്കുക. എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് നല്ല മക്കളായിട്ട് എക്സാമിന് പോവാട്ടോ. യെസ്. Next question. The detail of blood group of two persons are given in the table. Analyze them and answer the question. എടാ പേഴ്സൺ ഉണ്ട്, ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്, RH ഫാക്ടർ ഉണ്ട്. അപ്പൊ മക്കളെ പറയടാ, ഐഡന്റിഫൈ ദ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് ദ പേഴ്സൺ. എക്സും വൈയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നോക്ക്, ഏതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആണ് ആന്റിജൻ. അപ്പൊ ഏതാ മക്കളെ? ബി ആണ്. യെസ്. രണ്ടാമത്തെ ബ്ലഡ് ഗ്രൂപ്പ് വൈ ഏതാണ് മക്കളെ വരുന്നത്? ആന്റിജൻ ഏതാണോ നോക്കുക, അത് തന്നെയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. ആന്റിജൻ ഏതാ നോക്കുക, അത് തന്നെയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഏതാണ് മക്കളെ? എ ആണ്. അവിടെ RH ഫാക്ടർ ആബ്സെന്റ് ആണ്. അപ്പൊ എ നെഗറ്റീവ് ആയിരിക്കും. യെസ്, എ നെഗറ്റീവ്. യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ക്യാൻ വൈ റിസീവ് ബ്ലഡ് ഫ്രം എക്സ്? പറ്റോ മക്കളെ? വൈക്ക് എക്സിന്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റോ രക്തം? ഇല്ല. എന്തുകൊണ്ടാണ് അല്ലെ? അപ്പൊ എന്താണ് ആൻസർ? നോ ആണ്. വാട്ട് ഈസ് ദ റീസൺ അല്ലെ? എന്തായിരിക്കും മക്കളെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കടാ, ആന്റിജൻ, അതായത് നമ്മുടെ ഡോണറിന്റെ ആന്റിജനും അതുപോലെ എന്താണ് റിസിപ്പിയന്റിന്റെ ആന്റിബോഡിയും, എന്താ റിസിപ്പിയന്റിന്റെ എന്താ മക്കളെ? ആന്റിബോഡിയും കൂടി എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. കിട്ടിയോ? എന്താ ഫോം ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. യെസ്. അപ്പൊ അത്ര മക്കളെ എഴുതി വെച്ചാൽ മതി. എന്താണ്? ഡോണറിന്റെ ആന്റിജനും റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പോർഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തു? നോക്കി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ചൂസ് ദ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ്? ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. അപ്പൊ ഒന്ന് മാത്രമാണല്ലേ കറക്റ്റ്? നമുക്ക് നോക്കിയാലോ. ENT എന്തിനാണ് മക്കളെ? ട്രീറ്റ്മെന്റ് ഓഫ് ഐ ആണോ പഠിച്ചത്? അല്ലല്ലോ. എന്താണ്? ഇയർ, നോസ്, ത്രോട്ട് ആണ് അല്ലെ. അപ്പൊ കാർഡിയോളജി എന്താ മക്കളെ പഠിച്ചത്? കാർഡിയോളജി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, അത് ആരാണ്? ഹാർട്ട് ആണ്. ആരാ മക്കളെ? ഹാർട്ട് ആണ്. അപ്പൊ ഏതാണ് മക്കളെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയോളജി ആണ് അല്ലെ. ഏതാണ്? കാർഡിയോളജി. യെസ്. നെക്സ്റ്റ് ഏതാ മക്കളെ? നമ്മുടെ ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി പറഞ്ഞ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആണോ? അത് ഓൺകോളജി അല്ലേ. അപ്പൊ ഒഫ്താൽമോളജി പറഞ്ഞാൽ എന്താണ്? ഐന്റെ ട്രീറ്റ്മെന്റ് ആണ്. യെസ്. ഒപ്റ്റോമെട്രി എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ഒഫ്താൽമോളജി പറഞ്ഞ ട്രീറ്റ്മെന്റ് ഓഫ് ഐ ആണ്. അപ്പൊ അതും എന്തെന്നെയാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ഉള്ളത് കിട്ടി. ഏതാണ് മക്കളെ? കാർഡിയോളജി ആണ് അല്ലെ. യെസ്. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. The functions of lymphocyte in specific defense is illustrated below. Yes, lymphocytes important ആട്ടോ മക്കളെ. lymphocytes പല രീതിയിൽ ചോദിക്കും. ഒരു മോഡലാണ് മിസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഐഡന്റിഫൈ 1, 2, 3 and 4. നമുക്ക് നോക്കിയാലോ. ലിംഫോസൈറ്റ് അല്ലെ. 2 ടൈപ്പ് ലിംഫോസൈറ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു മക്കളെ? T ലിംഫോസൈറ്റും പിന്നെ ഏതാണ്? B ലിംഫോസൈറ്റ് അല്ലെ. T and B ലിംഫോസൈറ്റ്. യെസ്. T ലിംഫോസൈറ്റ് എവിടെയാണ് ഉണ്ടാവുന്നത്? T4 തൈമസ് ഗ്ലാൻഡിലാണ്. എവിടെയാണ് മക്കളെ? തൈമസ് ഗ്ലാൻഡിലാണ്. അപ്പൊ ബി ലിംഫോസൈറ്റ് എവിടെയാണ് പാകമാവുന്നത്? മെച്ചുർ ആവുന്നത് ബോൺ മാരോയിലാണ് അല്ലെ. യെസ്. നെക്സ്റ്റ് നോക്കടാ, അതിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. എന്താണ്? തൈമസില്, അതായത് നമ്മുടെ T ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡിസ്ട്രോയ് ക്യാൻസർ സെല്ലാണ് അല്ലെ. അതേപോലെ ഒരു ഫംഗ്ഷനും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഡിസ്ട്രോയ് സെൽസ് അഫക്റ്റഡ് ബൈ ദ വൈറസ് അല്ലെ. വൈറസ് അഫക്ട് ചെയ്ത സെൽസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഡിസ്ട്രോയ് ദ സെൽ എഫക്ട് വൈറസ്. നെക്സ്റ്റ് നോക്കടാ, നമ്മുടെ ബി ലിംഫോസൈറ്റിന്റെ ആണ് അല്ലെ. ബി ലിംഫോസൈറ്റിന്റെ എന്തൊക്കെയാ മക്കളെ ഉള്ളത്? മെച്ചുവർ ഇൻ ബോൺ മാരോ ആണ്. ഒരു ഫംഗ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണ്? ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ആന്റിജൻ അല്ലെ. നെക്സ്റ്റ് എന്താണ്? മറ്റുള്ള WBCനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താ? ഡിസ്ട്രോയ് പാത്തോജൻ ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്.
കാരണം എന്താണ്, ഇവരെന്ത് ചെയ്യും, ഇവർക്ക് പണിയെടുക്കാൻ മടിയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, അതർ ഡബ്ല്യു ബി സിനെ എന്ത് ചെയ്യുന്നടാ, സിമുലേറ്റ് അല്ലെ, സിമുലേറ്റ് ചെയ്തിട്ട് എന്താണ്, പാത്തജനെ രോഗാണുവിനെ എന്ത് ചെയ്യുന്നു, പാത്തജനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ്. അപ്പൊ അതിന്റെ ഫങ്ഷൻസും എവിടെയാണ് അത് മെച്ചൂർ ആവുന്നത് നോക്കി പോകണം. 1 മാർക്കിന് ചോദിക്കാം. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡ്, ബി ലിംഫോസൈറ്റ് ഡാഷ്, മക്കൾ എന്താ എഴുതുക, ബോൺ മാരോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് മക്കളെ പോകുന്നത്. ഏതാടാ, ഇൻ പ്ലാന്റ്സ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാട്ടോ. എന്താണ്, വിച്ച് ഈസ് ദ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെന്റ് ദ ജേംസ് that have crossed the cell wall from entering the cell membrane അല്ലെ. അതായത് പ്ലാന്റിന് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, എന്ത് ചെയ്യുന്ന, ജേംസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ വോളും കടന്നു വരുന്ന ഒരാളുണ്ട്. അതാരാണ് മക്കളെ, നമ്മുടെ കാലനാണ്. അതായത് ആരാണ്, കാലോസ്. ഏതാണ്, കാലോസ്. ആലോചിച്ചോണം. അങ്ങനെ കാലനാണ് അല്ലെ. ആ സെൽ വോള് കടന്ന് വരണമെങ്കിൽ അത്രയും ധൈര്യം വേണമല്ലോ. ആ വന്ന ആൾ അവിടെ തന്നെ ആര് കൊല്ലും, നമ്മുടെ കാലൻ കൊല്ലും. ആരാണ്, കാലോസ്. ആരാണ്, കാലോസ് ആണ്. കാലോസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരു പോളിസാക്രൈഡ് ആണ്. എന്താണ്, ഒരു പോളിസാക്രൈഡ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. യെസ്, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മേക്ക് സ്യൂട്ടബിൾ പെയർസ് ഓഫ് ഡിഫറെന്റ് വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ഫങ്ഷൻ ദെയർ പെർഫോം. ഓക്കെ, നോക്കടാ ഏതൊക്കെയാണുള്ളത്, മോണോസൈറ്റും പിന്നെ ആരാണ്, ബേസോഫിൽ ഉണ്ട്, ഈസ്നോഫിൽ ഉണ്ട്, ന്യൂട്രോഫിൽ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മോണോസൈറ്റ് എന്താ മക്കളെ, വിഴുങ്ങി നശിപ്പിക്കുക. അപ്പൊ അവിടെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഏതാണ്, എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തോജൻ അല്ലെ. ഒന്ന് ഏതാണ്, എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തോജൻ, അതായത് നമ്മുടെ മോണോസൈറ്റ്. രണ്ടാമത്താണ് നമ്മുടെ ബേസോഫിൽ. ബേസോഫിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, പുള്ളിക്കാരന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ ഏതാ മക്കളെ, ഏതാണ്, സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ. അതർ വൈറ്റ് ബ്ലഡ് സെൽസിനെ എന്ത് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ മൂന്നാണ് ഏത്, ഈസിനോഫിൽ. നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് ഈസിനോഫിൽ എന്ന് പറഞ്ഞാല്, പ്രൊഡ്യൂസ് കെമിക്കൽ സബ്സ്റ്റൻസ് നീഡഡ് ഫോർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് അല്ലെ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, കെമിക്കൽ സബ്സ്റ്റൻസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ആര്, ഈസിനോഫിൽ. അപ്പൊ മൂന്നും കിട്ടിയല്ല നമുക്ക്. നാലാമത്തെ ആരാ മക്കളെ, നമ്മുടെ ന്യൂട്രോഫിൽ ആണ്. ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് കെമിക്കൽ ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയയെ നശിപ്പിക്കാൻ പറ്റുന്ന എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. എല്ലാത്തിന്റെ ഫങ്ഷൻസും നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണോ, ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ കോൺസെപ്റ്റ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ അല്ലെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആർക്കൊക്കെ പറ്റും, എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് അല്ലെ. നോക്കടാ, എത്ര പ്രായപരിധിയാണ് ബ്ലഡ് ഡൊണേഷൻ ഉള്ളത്, നിങ്ങൾക്ക് പോയി കൊടുക്കാൻ വേണ്ടി പറ്റും മക്കളെ, ഇല്ല 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 18 മുതൽ 60 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. 18 മുതൽ 60. നെക്സ്റ്റ് എന്താണ്, 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ അല്ലെ. ഇന്ന് കൊടുത്തു, ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത വരണ്ട. കാരണം എന്താ, 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്തം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് അടുത്ത എന്താണ്, ഇനി ബ്ലഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ വരില്ല, അയ്യോ ഇത്രയും ബ്ലഡ് പോയി എനിക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെ ഒരു ടെൻഷനും വേണ്ട മക്കളെ. എന്താണ്, ബ്ലഡ് ഡൊണേഷൻ എന്തുണ്ടാക്കുന്നില്ല, ഡോണർ ഹെൽത്തിന് എന്തുണ്ടാക്കില്ല, ഒരു പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ, പ്രഗ്നന്റ് വുമൻ ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് അല്ലെ, പാല് കൊടുക്കുന്ന അമ്മമാർക്കും പ്രഗ്നന്റ് ഗർഭിണികളിലും എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല, അവര് ഓൾറെഡി വീക്ക് ആണ് അല്ലെ. അടുത്തത് എന്താണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ളത് അല്ലെ. നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ HIV, പിന്നെ ഏതാ മക്കളെ, നമ്മുടെ എയ്ഡ്സ് അല്ലെ. അതായത് എയ്ഡ്സ് പോലുള്ള എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് അസുഖങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരിടുന്ന് എന്ത് ചെയ്യരുത്, രക്തം വാങ്ങിക്കരുത്, അല്ലെങ്കിൽ രക്തം അവർ കൊടുക്കരുത്. കാരണം എന്താണ്, അത് മറ്റുള്ളവർക്കും അത് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. യെസ്, അപ്പൊ ഇത്രയും പോയിന്റ് ആലോചിക്കുക. ഇതൊക്കെ എഴുതടാ, 18 60 വരെ രക്തം കൊടുക്കാൻ പറ്റുള്ളൂ, ഡോണറിന്റെ ഹെൽത്തിന് നോ പ്രോബ്ലം, 3 മാസത്തിൽ ഒരിക്കലേ രക്തം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എന്താ മക്കളെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ളവരിൽ നിന്നൊന്നും എന്ത് ചെയ്യരുത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. യെസ്, അനദർ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ.
Antibiotics, the miraculous medicine in the 20th century, helped a lot of to bring many diseases under control. But the use of antibiotics without consulting doctor is not advisable. അല്ലെ, അതായത് ഒരു 20th സെഞ്ചുറിയിൽ ഒരുപാട് പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബാക്ടീരിയൽ ഡിസീസിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ആന്റിബയോട്ടിക്സ് എന്നുള്ളത് അല്ലെ. സോ വൈ ആന്റിബയോട്ടിക് ഈസ് കൺസിഡേർഡ് ആസ് എ മിറാക്കുലസ് മെഡിസിൻ? അല്ലെ, എന്തുകൊണ്ടായിരിക്കും മക്കളെ അതിനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാൻ കാരണം? ഈ ആന്റിബയോട്ടിക്സ് കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ബാക്ടീരിയൽ ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതുവരെ ബാക്ടീരിയ ഇങ്ങനെ അടിച്ച് എന്താ ലൈക്ക് എല്ലാവർക്കും അസുഖങ്ങൾ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഈ അസുഖം വന്ന് കുറെ പേര് മരിച്ചു പോവായിരുന്നു. അപ്പൊ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയത് എന്തിനു ശേഷമാണ്? ആന്റിബയോട്ടിക്സ് കണ്ടെത്തിയതിന്റെ ശേഷമാണ്. അപ്പൊ എന്താ മക്കളെ നമ്മൾ എഴുതുന്നത്? യെസ്, വിത്ത് ദ അഡ്വെന്റ് ഓഫ് ആന്റിബയോട്ടിക്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെത്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? കുറയ്ക്കാൻ വേണ്ടി പറ്റി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ടു സൈഡ് എഫക്ട് ഓഫ് ആന്റിബയോട്ടിക്സ് അല്ലേ. നമ്മൾ ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അഡ്വൈസ് തരാതെ നമ്മൾ ഒരിക്കലും ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം എന്താണ് അല്ലേ? അപ്പൊ അതിനും എന്തോ സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ. എന്താ സൈഡ് എഫക്ട്സ്? നമ്മുടെ ശരീരത്തിലുള്ള വിറ്റമിൻസിന്റെ ഒക്കെ എന്ത് ക്വാണ്ടിറ്റി കുറയ്ക്കുന്നു. അടുത്ത എന്താ മക്കളെ? ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ. നമ്മുടെ ശരീരത്തിലുമുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ. ഈ യൂസ്ഫുൾ ബാക്ടീരിയനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. കാരണം അവർ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് എന്താ മക്കളെ? ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻ എഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? ഈ ആന്റിബയോട്ടിക്സിനെതിരെ ഈ പാത്തോജൻസ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി തുടങ്ങും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആന്റിബയോട്ടിക്സ് എന്താണോ, ആന്റിബയോട്ടിക്സിന്റെ സൈഡ് എഫക്ട്സ് എന്താണോ എന്തായാലും നോക്കിക്കോളാം മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്താണ് ഹൗ ഡു ദ ഫോളോയിങ് സബ്സ്റ്റൻസ് പ്രൊട്ടക്ട് ദ പ്ലാന്റ്സ് ഫ്രം ഡിസീസ് അല്ലെ. ഏതൊക്കെയാണ് കൊടുത്തത്? ലിഗ്നിൻ ഉണ്ട്, കാലോസ് ഉണ്ട്, ക്യൂട്ടിക്കിൾ ഉണ്ട്. കാലോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ ലിഗ്നിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? പ്രൊവൈഡ് റിജിഡിറ്റി, ദൃഢത കൊടുക്കുന്നു. ആർക്ക്? സെൽ വോളിന് ദൃഢത കൊടുക്കുന്നു. ആര് മക്കളെ? നമ്മുടെ ലിഗ്നിൻ അല്ലെ. ലിഗ്നിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, റിജിഡിറ്റി, പ്രൊവൈഡ് റിജിഡിറ്റി. രണ്ടാമത്തെ എന്താ മക്കളെ ചോദിച്ചത്? നമ്മുടെ കാലോസ് ആണ്. കാലോസ് എന്താ ചെയ്യുന്നത്? സെൽ വോളും കടന്നു വരുന്ന ആരെ? ജേംസിനെ എന്തു ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ആര്? നമ്മുടെ കാലോസ്. മൂന്നാമത്തെ ഏതാ മക്കളെ? നമ്മുടെ ക്യൂട്ടിക്കിൾ ആണ്. ക്യൂട്ടിക്കിളിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ് അല്ലെ. ക്യൂട്ടിക്കിൾ നമ്മുടെ ലീവ്സിലൂടെ കടന്നു വരുന്ന ജേംസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതിക്കോളാം, പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ്. അത് എഴുതി വെച്ചോളാം കേട്ടോ. യെസ്, അടുത്ത് നോക്കും മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ വാക്സിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ്? ഒബ്സർവ് ദ ന്യൂസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണ് ന്യൂസ് റിപ്പോർട്ട്? ദ വേൾഡ് വൈഡ് inventor developed a safe and effective COVID-19 vaccine is now bearing fruit. അല്ലെ, എന്താണ്? വാട്ട് ആർ വാക്സിൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്സിൻ എന്ന് പറയുന്നത്. അതായത് കൃത്രിമമായിട്ട് നമ്മൾ എന്തുണ്ടാക്കുക? ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിൽ കൃത്രിമമായിട്ട് കുത്തിവെക്കുക. അതാണ് എന്ത്? വാക്സിൻ. എന്താ മക്കളെ? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെ. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷന് യൂസ് ചെയ്യുന്ന എന്താണ്? സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്സിൻ. Write any two components used in vaccines അല്ലെ. വാക്സിൻസിലൊക്കെ എന്തൊക്കെ കോമ്പണൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? നോക്കടാ. ഡെഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ അലൈവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ മക്കളെ ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള എന്ത് ജേംസ്, അല്ലെങ്കിൽ എന്താണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ചെയ്യുന്നു. എന്താണ് ടോക്സിൻസ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ മക്കളെ സെല്ലുലാർ കോമ്പണൻസ് ഓഫ് ദ ജേംസ്. ഈ ജേംസിന്റെ അല്ലെങ്കിൽ പാത്തോജന്റെ ഏതെങ്കിലും കോശഭാഗം ആണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ വാക്സിൻ ലൈനിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? സെല്ലുലാർ കോമ്പണൻസ് ഓഫ് ആരാണ്? പാത്തോജൻ. അപ്പൊ ഇത്രയാണ് കോമ്പണൻസ്. അതൊരു മൂന്നെണ്ണെങ്കിലും വൃത്തിക്ക് പഠിച്ചോളാം. നെയിം എനി ടു വാക്സിൻ അല്ലെ. നമുക്ക് ഒരുപാട് വാക്സിൻസ് മക്കൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? OPV, പിന്നെ ഏതാണ്? BCG,
രണ്ടെണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, OPVയും പിന്നെ ഏതാണ് BCG. അപ്പൊ വാക്സിൻ എന്താണെന്നും വാക്സിനിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണ് 2 ടൈപ്പ് വാക്സിൻസ് ഉള്ളത് അല്ലെ, നമ്മൾ എല്ലാ ടൈപ്സും പഠിച്ചു വെച്ചിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. When pathogen enter body temperature rises. അല്ലേ, പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ താപനില എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. അല്ലെ, പനി പറഞ്ഞ ഒരു ഡിസീസ് അല്ല, എന്താണ് മക്കളെ, ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, വാട്ട് ഈസ് ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. അല്ലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, വൈ ഡസ് ദ ബോഡി ടെമ്പറേച്ചർ റൈസസ് വെൻ പാത്തോജൻ എൻറ്റർ ദ ബോഡി. പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. എന്താണ് കാരണം? കാരണം എന്താ മക്കളെ, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്. കാരണം ഈ ഒരു പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി എന്ന് വിചാരിക്കും. ഇപ്പൊ പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ WBC അത് അറിയും അല്ലെ, ഏതോ ഒരാൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്, നമ്മുടെ WBC അറിയും. WBC എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ, കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കെമിക്കൽ സബ്സ്റ്റൻസ്. കാരണം പാത്തോജൻ അങ്ങോട്ട് ടോക്സിൻ ഉണ്ടാക്കും, ഈ ടോക്സിനെതിരെ എന്ത് നമ്മുടെ WBC എന്തുണ്ടാക്കുന്നു, കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, റേസിംഗ് ബോഡി ടെമ്പറേച്ചർ ഈസ് കൺസിഡേർഡ് ആസ് എ ഡിഫൻസ് മെക്കാനിസം. നമ്മൾ പറഞ്ഞു അല്ലേ, പനി ഒരു രോഗമല്ല, എന്താണ്, ഒരു പ്രതിരോധ മാർഗമാണ്. എന്താണ് കാരണം എന്നുള്ളത് അല്ലെ, എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിന്റെ താപം കൂട്ടിയിട്ട് ആരെ കൊല്ലാൻ വേണ്ടി, ആരെ നശിപ്പിക്കാൻ വേണ്ടി നോക്കാടാ, ഈ കേറിയിട്ടുള്ള പാത്തോജൻസിനെ നശിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെന്താ, നമ്മളെ സംരക്ഷിക്കല്ലേ ചെയ്യുന്നത്, പനി വന്ന് നമ്മളെ സംരക്ഷിക്കല്ലേ. അപ്പൊ അതെന്താണ്, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ മക്കളെ എഴുതുന്നത്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ അല്ലെ, ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ ആരുടെ എണ്ണം കുറയും, പാത്തോജൻസിന്റെ എണ്ണം കുറയും. പാത്തോജൻസിന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പെരുകാൻ വേണ്ടി പറ്റില്ല, മൾട്ടിപ്ലിക്കേഷൻ നിർത്തുന്നു, അതായത് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ഫാഗോസൈറ്റോസിസ് കൂട്ടും. എന്നാൽ ഫാഗോസൈറ്റോസിസ് വിഴുങ്ങി നശിപ്പിക്കും അല്ലെ, കയറി വരുന്ന ജേംസിനെയൊക്കെ എന്ത് ചെയ്യും, ഫാഗോസൈറ്റോസിസ് നടക്കും, വിഴുങ്ങി നശിപ്പിക്കും. അപ്പൊ ഓക്കെ ആണോ, ഫീവർ എന്താണ്, ഡിഫൻസ് മെക്കാനിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഗ്രൂപ്പ് എയും ഉണ്ട് ഗ്രൂപ്പ് ബിയും ഉണ്ട് അല്ലെ, അത് മാച്ച് ചെയ്ത് എഴുതാനാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയാലോ. ഏതാണ് എക്യുപ്മെന്റ്സ് ആണ് എ കൊടുത്തത് അല്ലെ, ബി എന്താ മക്കളെ, അതിന്റെ യൂസസ് ആണ് കൊടുത്തത്. ഏത് എക്യുപ്മെന്റ്സ് ആണ്, ആദ്യത്തെയാണ് നമ്മുടെ EEG. എന്താ EEG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. എന്താണ് മക്കളെ അതിന്റെ യൂസസ്, നമ്മുടെ ബ്രെയിനിലുള്ള എന്ത് ഇലക്ട്രിക് വേവ്സിനെയൊക്കെ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രെയിൻസിലുള്ള ഇലക്ട്രിക് വേവ്സ് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. കാർഡിയോ, മിസ് പറഞ്ഞിട്ട് കാർഡിയോഗ്രാം, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ഹാർട്ട് മസിൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ എവിടെയുള്ള ഇലക്ട്രിക് വേവ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിൽ, ഹാർട്ടിലുള്ള വേവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ECG. അടുത്തത് മക്കളെ അൾട്രാസൗണ്ട് സ്കാനർ. എന്താ മക്കളെ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ എന്ത് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റ് വൺ ഏതൊക്കെയാണ്, CT സ്കാനറും MRI സ്കാനറും. CT സ്കാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള വിഷ്വൽസ് തരുന്നു. ആരുടെ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ, കമ്പ്യൂട്ടറിന്റെയും അതുപോലെ എക്സ്റേസിന്റെയും സഹായത്തോടെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഇമേജസ് തരുന്നതാണ്. MRI സ്കാനറും എന്ത് തന്നെയാണ് മക്കളെ, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള വിഷ്വൽസ് തരുന്നതാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ. അപ്പൊ ഇനി നമുക്ക് നോക്കാലോ അത് എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. EEG എന്താ മക്കളെ, EEG ഇതിൽ ഏതാ വരിക, ഒന്ന് ഏതാണോ, ഇവിടെ ഉള്ളതാണ് നമ്മുടെ C ആണ് അല്ലെ, ഒന്ന് C ആണ്, ടു റെക്കോർഡ് ഇലക്ട്രിക്കൽ വേവ്സ് ഇൻ ദ ബ്രെയിൻ, EEG. ഇനി മക്കളെ അടുത്തത് ഏതാണ്, 2 CT സ്കാനർ അല്ലെ. CT സ്കാനർ നമ്മൾ പഠിച്ചു, എന്താണ് മക്കളെ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അല്ലെ, ടു പ്രൊവൈഡ് 3 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്, ആണ്. യെസ്, അടുത്തത് ഏതാ മക്കളെ, 3 ഏതാണ്, 3 ഏതാണ്, നമ്മുടെ ECG ആണ്. മിസ് പറഞ്ഞിട്ട് കാർഡിയോ പറയുമ്പോ ഹാർട്ട് ആണ്, ഹാർട്ട് ഇതിൽ ഏതാണ്, B ആണ്.
നാല് ഏതാണ് മക്കളെ? അൾട്രാസൗണ്ട് സ്കാനർ. നാല് ഏതാണ്? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അല്ലെ. അപ്പൊ അത് ഇതിൽ ഏതാ വരുന്നത്? യെസ്, നോക്ക് മക്കളെ, ഏത് ഭാഗമായിട്ട് വരും അല്ലെ? യെസ്, ഡി ആണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് 4 ഡി ആണ്. 5 എന്താണ് മക്കളെ? 5 ഏതാണ്? നമ്മുടെ MRI സ്കാനർ ആണ് അല്ലെ. MRI സ്കാനർ ഇതിൽ ഏതായിട്ടാണ് വരുന്നത്? ഇ ആണ്. 2 ഏതാടാ? ഒന്ന് നോക്കണം മക്കളെ, 2 ഏതാണ് അപ്പൊ വരുന്നത്? എ ആണ് അല്ലെ. ഏതാണ്? എ ആണ്. അപ്പൊ ശ്രദ്ധിച്ചേ, 1 ഏതാണ് മക്കളെ? സിയും. 2 ഇതിൽ ഏതാ വരുന്നത്? എയും. 3 ഏതാണ്? ബിയും. 4 ഏതാ മക്കളെ? ഡി. ആൻഡ് 5 ഏതാടാ? ഇ ആണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പക്കായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പക്കായിട്ട് പഠിക്കില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഗൈൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ എന്താണ്? ബ്ലഡ് ക്ലോട്ടിംഗുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. യെസ്, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെ. യെസ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഈ എക്സ് ഏത് എൻസൈം ആണെന്ന് അല്ലെ നമുക്കറിയാം. നമ്മുടെ കയ്യിലെ കയ്യിൽ എവിടെയെങ്കിലും എന്തുണ്ടായി മക്കളെ? മുറിവുണ്ടായി അല്ലെ. ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു, ബ്ലഡ് ഇങ്ങനെ പോകുമ്പോ എന്താ പറഞ്ഞത്? ഇവിടുത്തെ പ്ലേറ്റ്ലെറ്റ്സും പിന്നെ എന്താ മക്കളെ? ഇവിടുത്തെ ടിഷ്യൂസും എന്താവുന്നു? ഡീജനറേറ്റ് അല്ലെ. ഡീജനറേറ്റ് ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉണ്ടാക്കും അല്ലെ. ഏത് എൻസൈം ആണ്? ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പൊ പറയടാ, എക്സ് ഏതാണ്? എക്സ് ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. യെസ്, എങ്ങനെയാണ് ത്രോംബോപ്ലാസ്റ്റിൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ബി ക്വസ്റ്റ്യൻ പറയടാ. ഹൗ ഡസ് ദിസ് എൻസൈം ഫോം അല്ലെ. എങ്ങനെയാണ് ഈ എൻസൈം ഉണ്ടാവുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞുള്ള എങ്ങനെയാണ്? പ്ലേറ്റ്ലെറ്റ്സും ടിഷ്യൂസും ഡീജനറേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? എന്തുണ്ടാവുന്നത് മക്കളെ? നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നത്. ആരുണ്ടാവുന്നത്? ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നത്. അപ്പൊ കിട്ടിയോ? യെസ്, ബി ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി സി എന്താടാ? റൈറ്റ് ദ സബ്സിക്വന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ് അല്ലെ. തുടർച്ചയായിട്ടുള്ള സ്റ്റെപ്പുകൾ എഴുതൂലെ മക്കളെ. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ, ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ പ്രോത്രോംബിനെ എന്താക്കി മാറ്റി മക്കളെ? ത്രോംബിനാക്കി മാറ്റി. ആര്? നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ബ്ലഡിലുള്ള ഫൈബ്രിനോജനെ അല്ലെ. ബ്ലഡിലുള്ള ഏതാണ്? ഫൈബ്രിനോജനെ. ആര്? നമ്മുടെ ത്രോംബിൻ എന്ന് പറയുന്ന ഈ ഒരു എൻസൈം എന്താക്കി മാറ്റുന്നു മക്കളെ? ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. എന്താക്കി മാറ്റുന്നു? ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. ഇനി നോക്കടാ, ഈ ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടാവില്ലേ, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ ഫോം ചെയ്യും. അങ്ങനെ നെറ്റ്വർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ RBCയും അതുപോലെ ഏതാണ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? അവിടെ തങ്ങി നിന്ന് എൻടാങ്കിൾഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. കിട്ടിയ മക്കളെ? ഏതൊക്കെയാണ് സ്റ്റെപ്പ്? പ്രോത്രോംബിൻ, ട്രോംബിൻ, ഫൈബ്രിനോജൻ, എന്താണ്? ഫൈബ്രിൻ ഫൈബേഴ്സ്. അത് അവിടെ എന്തുണ്ടാക്കുന്നു? RBCയും പ്ലേറ്റ്ലെറ്റ്സും തങ്ങി നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഇത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ. അടുത്തതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിൻ ഈസ് കൺസിഡേർഡ് ആസ് ദ സേഫ്റ്റി ഷീൽഡ് ഓഫ് ദ ബോഡി. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. സ്കിന്നിലെ നമ്മുടെ ത്വക്ക് ഇമ്പോർട്ടന്റ് ആണ്. ത്വക്ക് എന്താണ് നമുക്ക് ഒരു കവചം അല്ലെ, പുറ കവചമാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ത്വക്കില് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഒന്നാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ എന്താണ്? എപ്പിഡെർമിസ് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഏതാണ് മക്കളെ പ്രോട്ടീൻ? കെരാട്ടിൻ ആണ്. ഏത് പ്രോട്ടീൻ ആണ്? കെരാട്ടിൻ. കെരാട്ടിൻ എന്ത് ചെയ്യുന്നു? ജേംസ് എൻറ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക അല്ലെ, തടയുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ മക്കളെ ഈ പോയിന്റ് എഴുതിക്കാം. പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ്. രണ്ടാമത്തത് ഏതാ മക്കളെ? നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് അല്ലെ. എന്താണ് സെബേഷ്യസ്? സെബം ഉണ്ടാക്കല്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താക്കുന്നത്? നമ്മുടെ സ്കിന്നിനെ ഓയിലിയും അതുപോലെ വാട്ടർ പ്രൂഫ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പാത്തോജൻസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ വേണ്ടി പറ്റില്ല. അടുത്തതാണ് മക്കളെ ഇത് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. എന്താണ് മക്കളെ സ്വെറ്റ് ഗ്ലാൻഡ് ചെയ്യുന്നത്? ഒരു അണുനാശിനിയാണ് നമ്മുടെ വിയർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്വെറ്റ്. എന്താണ്? വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡിസ്ട്രോയ് ദ ജേംസ് അല്ലെ. ജേംസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അപ്പൊ ഇത്ര എഴുതി വെച്ചാൽ മതി. ഏതൊക്കെ മക്കൾ പോയിന്റ് എഴുതണം? എപ്പിഡെർമിസ്, സെബേഷ്യസ് ഗ്ലാൻഡ്സ്, പിന്നെ ഏതാണ്? സ്വെറ്റ് ഗ്ലാൻഡ്സ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നെയിം ദ സെക്രീഷൻ വിച്ച് ഡിഫൈൻസ് pathogens in the following body parts. 1 മാർക്ക് 2 മാർക്കിന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമുക്ക് നോക്കിയാലോ, നമ്മുടെ ഇയർ ബാഗ്സ് അല്ലെ എവിടെ കാണുന്നത്, ഇയർ ബാഗ്സ് എവിടെ കാണുന്നത് മക്കളെ, നമ്മുടെ ഇയറിൽ കാണുന്നതാണ് ഏത്, ഇയർ ബാഗ്സ്. രണ്ടാമത്തേത് ഏതാ മക്കളെ, നമ്മുടെ ടിയർ ഉണ്ട്, പിന്നെ ഏതാണ് നമ്മുടെ സലൈവ ഉണ്ട്, പിന്നെ ഏതാണ് നമ്മുടെ യൂറിൻ. ഒരു ട്രിക്ക് പറഞ്ഞുതരാം, വെള്ളം പോലെയുള്ളതിലൊക്കെ ഉള്ളത് ആരാണ്, ലൈസോസൈം ആണ്. ഏതിലൊക്കെയാണ്, നമ്മുടെ ടിയറില്, പിന്നെ ഏതാ മക്കളെ നമ്മുടെ യൂറിനില്, പിന്നെ നമ്മുടെ ഉമിനീരില് അല്ലെ സലൈവയില്, ഈ 3 എണ്ണത്തിലും ഉള്ളത് ആരാണ്, നമ്മുടെ ലൈസോസൈം ആണ് അല്ലെ. ആരാളുള്ളത്, ലൈസോസൈം ആണ്. യെസ്. പിന്നെ അടുത്തത് ഏതാണ് മക്കളെ, നമ്മുടെ മ്യൂക്കസ് ആണ് അല്ലെ. അത് ഓർഗൻസിലാണ് അല്ലെ. ഏതിലൊക്കെയാണ് മ്യൂക്കസിൽ, നമ്മുടെ നോസിലുണ്ട്, ട്രക്കിയയിലുണ്ട്, ഇൻഡസ്റ്റൈനിലുണ്ട് അല്ലെ. നോസ്, ട്രക്കിയ, പിന്നെ ഏതാ മക്കളെ നമ്മുടെ ഇൻഡസ്റ്റൈൻ അല്ലെ. ഈ ഇൻഡസ്റ്റൈനിലും ഉള്ളത് ഏതാണ്, മ്യൂക്കസ് ആണ്. ഇനി ഇത് പഠിച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ. യെസ്, ഇയറിൽ ഏതാ മക്കളെ ഉള്ളത്, പറഞ്ഞേടാ. ഇയറിൽ ഏതാണ്, പറഞ്ഞു നോക്കടാ. ഇയർ വാക്സ് ആണ്. ട്രക്കിയയിൽ ഏതാ മക്കളെ ഉള്ളത്, ട്രക്കിയയിൽ ഏതാടാ, നമ്മൾ പറഞ്ഞിട്ട് ഓർഗൻ ആണ് ട്രക്കിയയിൽ. അപ്പൊ ഏതായിരിക്കും, മ്യൂക്കസ് ആണ് അല്ലെ. ഏതാണ്, മ്യൂക്കസ്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലുള്ളത് ഒരു ആസിഡ് ആണെന്ന് ആലോചിച്ചോ. ഏത് ആസിഡ് ആണ് മക്കളെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. യൂറിനറി ട്രാക്റ്റിൽ ഉള്ളത് ഏതാണ്, യൂറിൻ അല്ലെ. യൂറിനിലുള്ളത് ഏതാ മക്കളെ, ലൈസോസൈം ആണ്. ഏതാണ്, ലൈസോസൈം. കിട്ടിയോ? അപ്പൊ നമ്മള് ഏകദേശം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതിയിട്ട് ഈ പാഠത്തിന് വരുന്ന എല്ലാ മാർക്കും സ്കോർ ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, ബൈ.